കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിയ ദുബായ് ചോക്ലേറ്റ് ഇപ്പോൾ അടുത്താണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിൽ ഇറക്കിയത്. നാട്ടിലാവുന്ന സമയത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടികളും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ നല്ല വില, ഒരു ചെറിയ പീസിനടക്കം 70 രൂപ അങ്ങനെ എന്തോട്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു സമയത്ത് മേടിക്കുമ്പോൾ. പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങണ ആ ചോക്ലേറ്റിന് ഇവിടുത്തെ ടേസ്റ്റേ അല്ല കേട്ടോ, ഇതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതാണെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴേക്കും ഒരു മടുപ്പ് വരും കേട്ടോ, മധുരം കാരണം കൊണ്ട് കഴിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് കേട്ടോ. ഇനി മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഐഷും റംസാനും കൂടി തല്ലുകൂട്ടിട്ടോ, അവൾക്ക് ആ ബോൾ വേണം, ബോളിൻ്റെ മേലെ നിന്നിട്ട് മെസ്സി കാട്ടണ പോലെ കാട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് അവൾ കരഞ്ഞേറുന്നത്. പിന്നെ ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോവുകയാണ്. ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ ഞാൻ ആദ്യം താമസിച്ചത്. ഫസ്റ്റ് ടൈം ഞാൻ ദുബായിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ബിൽഡിങ്ങാണ്. ഐഷും അൻവർക്കും കൂടിയിട്ട് ഫസ്റ്റ് പോയി, പിന്നെ ഞാനും റംസാനും കൂടി നടന്നിട്ട് പിന്നെ പോകാൻ കേട്ടോ ചെയ്തത്. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ നെസ്റ്റോയിലേക്ക്. ഇവിടെ ഫുള്ള് സ്കൂളുകളാണ് കേട്ടോ, ഇതൊരു സ്കൂൾ ഏരിയയാണ്. എനിക്ക് അങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടാവില്ല, ഞങ്ങൾക്ക് ഷോപ്പായ കാരണം കൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ എടുക്കാറ്. പിന്നെ ഞങ്ങൾ ചിക്കൻ, മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരിക. പിന്നെ ഓഫറിന് പാലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെസ്റ്റോൾക്ക് വരുന്നത്. കൂടുതലും ഞങ്ങൾ നെസ്റ്റോൾക്ക് തന്നെയാണ് വരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള മദീന, അവിടെ ഈ 2 സ്ഥലത്തേക്കാണ് ഞങ്ങൾ വരാറ്. ലുലുവിലേക്കൊക്കെ ഞാൻ അങ്ങനെ പോകാറില്ല, ഇടയ്ക്ക് പോകാറുണ്ട്. ഇതുപോലെ ഒരു വട്ടം ഞാൻ നെസ്റ്റോയിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ബാലവാടിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. 4ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്കൂളിൽ ഡിവിഷൻ മാറി ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ എന്നിട്ടൊരു 15 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അവളെ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു, അങ്ങനെ പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഏകദേശം കഴിയാറായിട്ടോ. ഞാൻ തന്നെ ഷോപ്പ് അടച്ചിട്ടല്ലേ നെസ്റ്റോൾക്ക് പോകുന്നത്, അപ്പോൾ നെസ്റ്റോ തന്നെ അടക്കാറായിട്ടുണ്ടാവും. പിന്നെ ഇന്നെന്തോ ഭാഗ്യത്തിന് ഒരു മീൻ നന്നാക്കി തന്നു. ചിലപ്പോൾ ഒരു മീൻ നന്നാക്കി തരാറില്ല, കാരണം ഞാൻ ഇറക്കേണ്ട നേരത്തിൽ അവിടെ എത്തുന്നത്, പിന്നെ ഇങ്ങനെ ഒരു നന്നാക്കി തരും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഷോർട്സിന് തന്നെ വ്യൂവേഴ്സ് കുറവാണ്, പിന്നെ ലോങ് വീഡിയോ ഇട്ടാൽ എന്താവും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഡെയിലി വീഡിയോസ് ഇട്ടാലാണ് നമ്മുടെ ചാനൽ ഗ്രോ ആവുള്ളൂ എന്നാണ് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയാണോ വ്യൂവേഴ്സ് വരുമോ എന്നുള്ളത്. ഈ 4000 വാച്ച് അവർ ഉണ്ടാക്കൽ വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.